അപ്പോൾ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോസ് ആൻഡ് ഇപ്പോസ് വ്ളോഗ്. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കാര്യമായിട്ടുള്ളതൊന്നുമില്ല. നമ്മൾ കുറച്ച് ഫ്ലവറും മീൻസ് ചെടികളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നല്ലോ. നമ്മളത് നല്ല രീതിയിൽ എടുത്തു. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, അതിപ്പോൾ എന്തോ ആയി എങ്ങനെ ആയി എന്ന് കാണാനൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ. കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ അന്ന് വാങ്ങിച്ച് വെച്ച ചെടികളും കാര്യങ്ങളൊക്കെയാണ് എല്ലാം പോയി. ഈ ചെടിയാണെങ്കിൽ ഇതാണെന്നുണ്ടെങ്കിൽ പ്രാവ് വന്ന് കൊത്തി കളഞ്ഞാണ്. ഇതും പ്രാവ് കളഞ്ഞാണ്. പിന്നെ അത് കിളിച്ചു വന്നു. പിന്നെ ഇതൊക്കെ ആയി തുടങ്ങി. ഇതും ഏകദേശം ഡൈ ആകാറായെന്ന് തോന്നുന്നു. കാരണം ഇതൊക്കെ ഇനിയും മഞ്ഞ കളറൊക്കെ ആയി വരുന്നുണ്ട്. പക്ഷേ ഇതിൽ ഫ്ലവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിവേ നോക്കാം നമുക്ക്. ഇത് പിന്നെ തിക്കായിട്ട് വളരുന്നുണ്ട്. ഇത് പോകില്ല. ഇത് കുറേ നാൾ നിൽക്കുന്ന സാധനമാണ് ഇത് കേട്ടോ. പിന്നെ ഇതും ഓൾമോസ്റ്റ് ഡെഡ് ആവുന്ന പോലൊക്കെ തന്നെ ആണ്. ഇങ്ങനെ നിൽക്കുന്നു. പൂവൊക്കെ അടിയിൽ മാത്രമേ ഉള്ളൂ. ഇത് ഇവിടെ നമ്മളാണെങ്കിൽ ഒരു കിഴങ്ങ് കുഴിച്ചിട്ടായിരുന്നു. അപ്പോൾ അത് വളർന്നു വന്നതാണ്. അപ്പം അത് എന്തോ ചെയ്ത് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു, ഇവിടെ ഒരെണ്ണം സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ വെച്ചേക്കാണ്. ഇപ്പോൾ അതിൽ വളരുന്നുണ്ട്, കുഴപ്പമില്ല. ഇത് നമ്മുടെ മുല്ല പോയതായിരുന്നു. ഇപ്പം പുതിയ ഇലയൊക്കെ വന്ന് നിൽക്കുകയാണ്. പിന്നെ ഇത് നമ്മുടെ കരിയാപ്പം ഉണങ്ങി വാടി നിന്ന സാധനമാണ്. ഇപ്പോൾ ഇത്രയും വളർന്നു. ഇത്രയും നല്ല ഇലകളൊക്കെ ആയി നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നു. ഇപ്പോൾ രാവിലെ വന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താണ് വെള്ളം. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് മുളകും തൈയും അതും ഇതും പിന്നെ ചെടിയുടെ കുറേ പൂവൊക്കെ വാരിയിട്ടായിരുന്നു. അതൊക്കെ കിളിച്ച് വന്നേക്കുന്നതാണ്. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഇതൊക്കെ വളർത്തി വരുത്തണം. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ഇതാണ് എന്താ പറയുക, പോട്ടാണ് കേട്ടോ. അപ്പം ഇതിനകത്ത് ഇനി മണ്ണ് ഫില്ല് ചെയ്ത് നമുക്ക് ഇനി ഇവിടെ വെക്കണം. മുളകും തൈയും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സാൻഡ് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ നിന്ന് അത് വാങ്ങിച്ചിട്ട് നമ്മളത് ഫില്ല് ചെയ്ത് നമുക്ക് മുളകും തൈയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഫിക്സ് ചെയ്യണം, വെക്കണം. അപ്പം ഇന്നത്തെ ജോലി അതാണ്. പിന്നെ ഇവിടെ ഗ്രീൻ ഷീറ്റ് അടിക്കണമെന്നുണ്ട്. ഗ്രീൻ ഷീറ്റ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. 3 മീറ്റർ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒരു ചെറിയൊരു മറ പോലെ അധികം വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ എന്താ പറയുക, ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ അതൊക്കെ വീഡിയോയിൽ എടുക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇന്ന്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വളരെ താങ്ക്സ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്താ പറയുന്നത്, കമൻറ്റ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഓൾ.